ഹായ് ഗായ്സ്, അണ്ടർ 10,000 രണ്ട് മൊബൈൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് മോട്ടോ G35. ഓൾമോസ്റ്റ് ഒരു 10,000 ആണ് ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. ഫുൾ HD പാനലാണ്. 120 ഹേർട്സിൻ്റെ ശ്രദ്ധിക്ക്, 120 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള പാനലാണ് വരുന്നത്. അപ് ടു 1000 നിറ്റ്സിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സും ഉണ്ട്, പീക്ക് ബ്രൈറ്റ്നസ്. അതായത് അണ്ടർ 10,000 ഇത് കിട്ടുക വലിയൊരു കാര്യമാണ്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പ്, നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഡ്യുവൽ ക്യാമറയും കുഴപ്പമൊന്നുമില്ല. 50+8 അൾട്രാ വൈഡ് സെൻസർ വരുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഇതിൽ 4K അപ് ടു 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. നല്ലൊരു കാര്യമാണ്. 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ഓക്കെ, നോർമലാണ്. വലിയൊരു പ്രീമിയം മൊബൈൽ യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഫീൽ എന്തായാലും കിട്ടും. അതുകൂടാണ്ട് അതിൽ IP52 റേറ്റഡ് ഇതാണിത്. അതായത് IP52 അണ്ടർ 10,000 ഭയങ്കര വലിയൊരു വാല്യൂ ഫോർ മണിയാണ്. ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ചൊരു ഡൗൺ സൈഡ് കോൺസ് എന്ന് പറയുമ്പോൾ കോൺസ് അല്ല, കുഴപ്പമില്ല. പ്രൊസസ്സർ നമുക്കൊരു യൂണിസോക്കിൻ്റെ T760, അവിടെയാണ് ഈ ഫോണിന് മെയിനായിട്ട് ഒരു അടി കിട്ടുന്നത്. എന്നാലും കുഴപ്പമില്ല, ഡെയിലി യൂസിനൊക്കെ എന്തായാലും നമുക്ക് കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാം. 4GB RAM ഉണ്ട്, 5000 mAh നല്ലൊരു ബാറ്ററി ഉണ്ട്. അടുത്ത മൊബൈലാണ് പോക്കോ M6 Pro 5G മൊബൈലാണ്. ഒരു 10,500 ആണ് ഇതിൻ്റെ റേഞ്ച്. 500 രൂപ കൂടുതലാണ്, പക്ഷേ 500 രൂപ ഡെഫിനറ്റ്ലി വാല്യൂ ഫോർ മണിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. ഇതിൻ്റെ പാനൽ വരുന്നത് ഫുൾ HD+ ആണ്. 90 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 4th Gen ഇതാണ് ഇതിൻ്റെ വേരിയൻറ്റ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ കിട്ടുന്നുണ്ട്. ഒരു 500 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കുക വെച്ചാൽ അവിടെ നമുക്ക് യൂണിസോക്കാണ്, ഇവിടെ നമുക്ക് സ്നാപ്ഡ്രാഗൺ ആണ് കിട്ടുക. ക്യാമറ പറയുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. 18 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh നല്ലൊരു ബാറ്ററിയും വരുന്നുണ്ട്. കൂടാണ്ട് ഫാസ്റ്റ് ചാർജറും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.